അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന ഈ രോഗമുണ്ടല്ലോ, അതൊരു വല്ലാത്ത രോഗമാണ് കേട്ടോ. ആ രോഗം പിടിപെട്ടാൽ പിന്നെ ഇസ്ലാമില്ല, ആലിമീങ്ങളില്ല, തങ്ങന്മാരില്ല, ഒന്നുമില്ല. വല്ലാത്തൊരു രോഗമാണ് അത്. മാനസികമായ ഒരു വല്ലാത്ത രോഗം തന്നെയാണ്. രാഷ്ട്രീയം അങ്ങ് പിടിപെട്ട് കഴിഞ്ഞാൽ അവന് പിന്നെ സുന്നത്ത് ജമാഅത്തും ഇല്ല. ഇന്ന് ശംസുൽ ഉലമയെ വല്ലാതെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന വ്യാജ തെരീക്കത്തുകാരും രാഷ്ട്രീയ ബന്ധമുള്ള ആളുകളും രാഷ്ട്രീയത്തെ ഒന്നാമതായി കാണുന്ന ആളുകളും ഒരു കാലഘട്ടത്തിൽ ചെയ്തതൊന്നും ഓർക്കെ പ്രായമുള്ള ആളുകൾക്കും കഴിഞ്ഞുപോയ കാര്യങ്ങൾ അറിയുന്നവർക്കൊക്കെ അറിയാം. മനുഷ്യൻ ദുഷിച്ചാൽ മൃഗമാകും, മൃഗം ദുഷിച്ചാൽ ശംസുൽ ഉലമയും കുന്താപുരവുമാകുമെന്ന് എഴുതിയ ആളുകൾ. ബഹുമാനപ്പെട്ട സെയ്ദുമർ ബാഫക്കി തങ്ങൾ അഖിലേന്ത്യാ ലീഗിൻ്റെ നേതാവിൻ്റെ മുന്നിൽ പന്നിയിറച്ചി വെച്ചിട്ട് EMS മുന്നിലിരുത്തിട്ട് കഴിച്ചോളൂ തങ്ങളെ, വിശക്കുന്നവർക്ക് പന്നിയിറച്ചി ഹലാലാണ് കേട്ടോ എന്ന് പറഞ്ഞതും അവിടെ അപ്പം തങ്ങന്മാരുമില്ല, ആലിമീങ്ങളുമില്ല, ഒന്നുമില്ല. മറ്റത് ആലിമീങ്ങളുണ്ട് പറഞ്ഞാൽ വല്ലാതെ അല്ലോ ശംസുൽ ഉലമയെ കുറ്റം പറയുന്നേ എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ആളുകൾ, അഖിലു ബൈത്തിനെ ആക്ഷേപിക്കുന്നേ, പാണക്കാട്ടെ തങ്ങളെ കുറ്റം പറയുന്നേ എന്ന് ആക്ഷേപിക്കുന്നവർ ബഹുമാനപ്പെട്ട മുനവ്വർ അലി തങ്ങളെ പരസ്യമായി വൃത്തികെട്ട വാക്കുകൾ പറഞ്ഞ് അപഹസിച്ചപ്പോൾ ആർക്കും ഒരു പ്രയാസവുമില്ല. ഞാൻ കുറ്റപ്പെടുത്താൻ പറയല്ല, രാഷ്ട്രീയം എന്ന് പറയുന്ന ഈ വലിയ വിപത്ത് തലയിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ മുന്നിൽ ദീനില്ല, ഇസ്ലാമില്ല, ഒന്നുമില്ല. വ്യാജ തെരീക്കത്തിൻ്റെയും കഥ അത് തന്നെ. ഒരു കാലഘട്ടത്തിൽ ശംസുൽ ഉലമയെ പരസ്യമായി ആക്ഷേപിച്ച് കുറ്റപ്പെടുത്തി, വളരെ മോശമായി. അന്ന് തന്നെ ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനൊന്നും ആക്ഷേപിക്കരുത് കേട്ടോ, കുറ്റപ്പെടുത്തരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അത് കേൾക്കാതെ ആക്ഷേപിച്ചവർ ഇന്ന് ശംസുൽ ഉലമയെ പുകഴ്ത്തുന്നത് കാണുമ്പോൾ അത്ഭുതം തോന്നുകയാണ് കേട്ടോ. അത്ഭുതം തന്നെ. തൻ്റെ കാര്യം നടക്കാൻ വേണ്ടി കുരുറ്റും കുശുമ്പും കുന്നായ്മയും അസൂയയും വെച്ച് നടക്കുന്ന ഇവരൊക്കെ എന്ത് ദീനാണ് ഈ കൊണ്ട് നടക്കുന്നതെന്നൊരു പിടുത്തമില്ല. രാഷ്ട്രീയം തലക്ക് കയറിയാൽ വല്ലാത്തൊരു അപകടം തന്നെയാണ്. ഇന്നത്തെ രാഷ്ട്രീയ രംഗം വലിയ കേടാണ്, വലിയ മുസീബത്ത് തന്നെയാണ്. സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസ ആദർശത്തിൽ അടിയുറച്ച് നിൽക്കുന്നൊരു വ്യക്തി രാഷ്ട്രീയത്തെ മുഖ്യമായി കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ അടുക്കൽ അതിലെന്താ കുഴപ്പം, അതിലെന്താ പ്രശ്നം, മുജാഹിദാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ എത്ര വലുതാണെന്നറിയോ? യഖ്റഊനൽ ഖുർആൻ വയസല്ലൂന ഫിൽ മസ്ജിദ് വലൈസ ലഹും ഈമാനു. അവരെ കൽബിൽ ഈമാനില്ലാത്ത നിസ്കാരം, ഈമാനില്ലാത്ത നോമ്പ്, ഈമാനില്ലാത്ത ഖുർആനോത്ത്, ഇതല്ലേ യാഥാർത്ഥ്യം? പരസ്യമായി കാന്തപുരത്തെയും AP ശംസുൽ ഉലമയെയും എതിർത്തത് നാട്ടിക മൂസ മുസ്ലിയാരുടെ ഹിക്മത്ത് എന്നൊരു വാരികനെ കുറിച്ച് ആർക്കെങ്കിലും അറിയോ? വില്ലേജിൻ്റെ കാലി പോയിട്ട് ഒരു പഞ്ചായത്തിൻ്റെ കാലി ആവാൻ പോലും ഇദ്ദേഹത്തിന് അർഹതയില്ല എന്ന് ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദൊക്കെ പറഞ്ഞത് കേൾക്കപ്പോൾ ഇന്നതൊന്നും ആർക്കൊരു വിഷയമല്ല. രാഷ്ട്രീയ ഭ്രമം തലക്ക് കയറിയാൽ വലിയ അപകടം തന്നെയാണ്. രാഷ്ട്രീയ ഭ്രാന്ത് വലിയ അപകടം തന്നെയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, രാഷ്ട്രീയ ഭ്രാന്ത് തലയിൽ കയറ്റാതിരിക്കുക. വരുന്ന പാർട്ടി ആരാണെങ്കിൽ നല്ലവരാണെങ്കിൽ അവർ വോട്ട് ചെയ്യുക. സത്യങ്ങൾ തുറന്ന് പറയാനുള്ള മനക്കരുത്തുണ്ടാവുക. പരിശുദ്ധ ദീനാണ് നമുക്ക് വലുത്. നാളെ ആഖിറത്തിൽ റബ്ബിൻ്റെ മുന്നിൽ ചെല്ലേണ്ടവരാണ്. ഈ വ്യാജ തെരീക്കത്തുകാരും ഈ കപട രാഷ്ട്രീയക്കാരൊക്കെ ഖബറിൽ ഒറ്റക്ക് കിടക്കേണ്ടവരാണ്. ചോദ്യം ചെയ്യപ്പെടുമെന്ന വിശ്വാസമുള്ളവർ
അള്ളാഹുവിൽ വിശ്വാസമുള്ളവർ, അവർക്കൊന്നും അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്, ദീനിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്, നാളെ ആഖിറത്തിൽ ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടുമെന്ന് വിശ്വാസമില്ലാത്തവരാണ്. ഒബിൽ ആഖിറത്തിഹും യൂഖിനൂൻ എന്ന് പറഞ്ഞല്ലോ ഖുർആൻ. ആഖിറത്തിൽ അചഞ്ചലമായ, ഇളകാത്ത, പതറാത്ത, ചിതറാത്ത വിശ്വാസദാർഢ്യത ഹൃദയത്തിൻ്റെ അകത്തളത്തിലുള്ള ആളുകൾക്ക് ഇതൊക്കെ ഫലം ചെയ്യുള്ളൂ. അല്ലാത്തവർക്ക് ഇതൊന്നും ഫലം ചെയ്യില്ല. യാ അയ്യുഹല്ലദീന ആമനു ഖൂലു ഖൗലൻ സദീദ. നേരായ വാക്കുകൾ പറയുക. നേരായ വാക്കുകൾ പറയുകയാണെങ്കിൽ യുസ്ലിഹിലക്കും മഴമാലക്കും നിങ്ങളെ അമലുകളൊക്കെ സ്വീകരിക്കപ്പെടും. വയഗ്ഫിർലക്കും ദുനൂബക്കും നിങ്ങളെ പാപങ്ങളല്ല പുറത്ത് കളയും. നേരെ മറിച്ച് ഉള്ളിൽ കപടതയും കുശുമ്പും കുന്നായ്മയും അസൂയയും വെറുപ്പും വെച്ച് വൈരാഗ്യം ഉള്ളിൽ കയറി നെഗറ്റീവ് തോട്ട്സുകൾ അൺകോൺഷ്യസ് മൈൻഡിലും സബ് കോൺഷ്യസ് മൈൻഡിലും കയറ്റിയിട്ട് സ്റ്റേജിൽ കയറിയിട്ട് ആലിമീങ്ങളെ പരസ്യമായി തെറി പറയുന്ന ഈ കപട തരീക്കത്തുകാരും കപട രാഷ്ട്രീയക്കാരും ഒന്ന് ഓർക്കണം, നാളെ റബ്ബിൻ്റെ മുന്നിൽ ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരുമെന്ന് ഓർക്കാൻ കഴിവുള്ളവർക്കൊക്കെ ഇത് പാഠമാണ്. അല്ലാത്തവർക്കും ഇതൊന്നും പാടല്ല. തൻ്റെ അംഗീതത്തിന് അനുസരിച്ച് നിൽക്കുന്നവരൊക്കെ അങ്ങ് പുകഴ്ത്തുക, അല്ലാത്തവരൊക്കെ ചവിട്ടി അരച്ച് തേക്കാൻ ശ്രമിക്കുക. എന്തൊരു അപകടമാണ് ഈ ലോകം റബ്ബേ! എന്തൊരു അപകടത്തിലാണ് നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരിച്ചറിയണം നാം. ഈമാനുള്ള മനുഷ്യരോടാണ് ഞാൻ പറയണത്, ഇതിലൊന്നും പെട്ടുപോകരുത്. ഈ കപട രാഷ്ട്രീയക്കാരോടും കപട തരീക്കത്തുകാരോടും പെട്ടുപോയിട്ട് അതൊക്കെ കേട്ടിട്ട് നമ്മുടെ മനസ്സിൽ ഈമാൻ കുറഞ്ഞു പോകും. ഈമാൻ കുറഞ്ഞു പോയ അപകടമാണ് കേട്ടോ. യാ അയ്യുഹല്ലദീന ആമനു ആമിനു, അതൊരു വല്ലാത്ത വാക്കാണ് കേട്ടോ. സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ടല്ല പറയാണ് ആമിനു, നിങ്ങൾ ശരിക്കും ഉറച്ച് വിശ്വസിച്ചോളിട്ടോ. അപ്പുറത്ത് കപട തെരീക്കത്തുകാരും കപട രാഷ്ട്രീയക്കാരും പലതും പറയും. പക്ഷെ അതിലൊന്നും പെട്ടുപോകാതെ ഉറച്ച വിശ്വാസത്തിൽ അചഞ്ചലമായി ഇളകാതെ പതറാതെ ചിതറാതെ നിന്നോളൂട്ടോ. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസം. യാ അയ്യുഹല്ലദീന ആമനു എന്നാണ് പറഞ്ഞത്, വിശ്വസിച്ചവരെ. യാ അയ്യുഹന്നാസ് എന്നല്ല, മനുഷ്യരെ എന്നല്ല വിളിച്ചത്. യഥാർത്ഥത്തിൽ സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് അള്ള പറഞ്ഞത് ആമീനു, ഉറച്ചു നിന്നോളിയും നിങ്ങളെ ഈമാനുമായിട്ട്. തകർക്കരുത്. വ്യാജ തെരീക്കത്തുകാരും പലതും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പലതും പറയുമ്പോൾ നിങ്ങളെ ഈമാൻ തകർത്ത് കളയരുതേ. ഈമാനിന് പന്തികേട് പറ്റരുതേ. ഉറച്ചോളി, അടി ഉറച്ചോളി. കാരണം അങ്ങനതൊക്കെ പറയും നമ്മളെ പരീക്ഷിക്കാനാണ്. വ്യാജ തെരീക്കത്തുകാർ സ്റ്റേജിൽ കയറി പലതും പറയുന്നത് നമ്മുടെ ഈമാൻ പരീക്ഷിക്കാനാണ്. അതിലൊക്കെ പെട്ടുപോകാതിരിക്കാൻ കഴിയുമോ എന്ന് പരീക്ഷിക്കുകയാണ്. കപട രാഷ്ട്രീയക്കാർ ഇപ്പോൾ ശംസുലുലമയെയും മറ്റൊക്കെ പുകഴ്ത്തിക്കൊണ്ട് പറയുന്നത് അത് നമ്മളെ ഈമാൻ പരീക്ഷിക്കാനാണ്. അവർ കഴിഞ്ഞ കാലഘട്ടത്തിൽ അവർ പറഞ്ഞ തെറികളൊക്കെ വലുതാണ്. അപ്പം അതിലൊന്നും പെട്ടുപോകാതെ നമ്മുടെ ഈമാൻ സംരക്ഷിക്കാനൊന്ന് ശ്രമിക്കുമോ നിങ്ങൾ? നമുക്കൊക്കെ, ഞാൻ എന്നോട് ആദ്യം പറയാണ്, ശേഷം നിങ്ങളോടും പറയാണ്. ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാത്തവർക്ക് യാതൊരു പ്രശ്നവുമില്ല. തെറി പറയേണ്ടവർക്കൊക്കെ തെറി പറയാം. ഉള്ള കാര്യം തുറന്ന് പറയുമ്പോൾ ഒരുപാട് തെറികൾ കേൾക്കേണ്ടി വരും. സത്യങ്ങൾ പറയുമ്പോൾ അതിനൊക്കെ തെറി കേൾക്കേണ്ടി വരും. സാരമില്ല, പറഞ്ഞോളൂ. നാളെ ആഖിറത്തിൽ വെച്ച് നമുക്ക് കാണാമല്ലോ. അള്ളാഹു നമ്മുടെ കൽബിൽ ഈമാൻ അധികരിപ്പിച്ച് തരട്ടെ. തളരാത്ത ഒരിക്കലും തകരാത്ത ഈമാൻ തന്ന് അള്ളാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ. പടച്ചവനെ, ഈമാൻ നഷ്ടപ്പെട്ടു പോയാൽ എന്താ കാര്യം? തല പോയാൽ ഒരു പ്രശ്നമില്ല. ഈമാൻ ഇല്ലാതെയാണ് തല പോണതെങ്കിലോ പ്രശ്നം തന്നെയാണ്. സൂക്ഷിക്കണം. ലൈഫ് ഈസ് മോർട്ടൽ ബട്ട് ആഫ്റ്റർ ഡെത്ത് ഈസ് ഇമ്മോർട്ടൽ. ഇമ്മോർട്ടലായ ജീവിതം നമുക്ക് വരാനുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കൊക്കെ ഇതൊരു പാഠമായിട്ട് കാണുക. അല്ലാത്തവർക്ക് തള്ളിക്കളയാം, അവജ്ഞയോടെ തള്ളിക്കളയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.